ഓടിക്കോ. ഇത് ഓഫാക്കി ലൈറ്റിൽ ഓഫ് ആകുമോ? നീ മേക്കപ്പിന്റെ എന്തിട്ടിട്ടില്ലാന്ന് പറഞ്ഞു? സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്റെ തലയിൽ വെക്കട്ടെ? എന്റെ തലയിൽ വെക്കണ്ട. തിരക്കില്ലാത്ത സ്ഥലം കണ്ടെത്താൻ പറ്റും തോന്നില്ലോ. അവിടെ തിരക്കില്ല. ഹലോ ഗൈസ്, എല്ലാവരും ക്രിസ്മസ് വൈബിലാണെന്ന് കരുതുന്നു. ഞങ്ങളും ക്രിസ്മസ് നൈറ്റ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിക്കറ്റിൽ വന്നതാണ്. അപ്പോൾ ഒരു ഈവനിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലുലു മാളിൽ പോയിട്ട് അവിടെയൊക്കെ ഒന്ന് വൈബടിച്ച് എൻജോയ് ചെയ്ത് പോവാന്ന്. ഇനി സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്രിസ്മസ് ആയതുകൊണ്ട് ലുലു ഫുള്ള് ക്രിസ്മസ് വൈബിലാണ് കേട്ടോ ഉള്ളത്. കണ്ടില്ല, ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പല വീഡിയോസും ചാച്ചുവാണ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോക്ക് ഇവൻ എന്തിനെടുത്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി വല്ല ഫ്രീ പ്രൊമോഷനും കൊടുക്കുന്നതാണോ എന്തോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കോഴിക്കോട് ലുലുവിൽ വരുന്നത്. ചൂസ് ഇതിന് മുൻപേ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ എല്ലാ സ്റ്റോഴ്സും ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ ജ്വല്ലറി സെക്ഷൻ പെട്ടത്. അപ്പം ഞാൻ ഓടിച്ചാടി അങ്ങോട്ട് കയറി. പെൻഡൻറ്റിൻ്റെ ഇയറിങ്സിൻ്റെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പെൻഡൻറ്റ് എനിക്കൊരു ഓക്കെ ആയിട്ടുള്ള റേറ്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഇയറിങ്സ് കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവസ്ഥ ഫോണും കൊണ്ട് ഒരേ പോക്കായിരിക്കും. ക്യാഷ് കൗണ്ടറിൽ എന്തിനാ വീഡിയോ എടുത്തിന്? ക്യാഷ് കൗണ്ടർ അല്ല, മറ്റേത് ഹെയർ ബോ ഇല്ലേ, എനിക്കിത് വാങ്ങി തരുമോ? കണ്ടാ, ഇപ്പൊ എന്ത് സാധനം വീഡിയോ ഇല്ലാന്ന് മാത്രമേ നോക്കുള്ളൂ, നേരിട്ട് നോക്കൂല, സ്ക്രീനിലാണ് നോക്കുക. അങ്ങനെ നേരിട്ട് നോക്ക്. എത്ര സെക്ഷൻ ഉണ്ട്. എന്നിട്ട് ഇതാ ഈ ജ്വല്ലറിയും ലേഡീസ് ബാഗ്സിൻ്റെ അകത്തുനിന്ന് മാത്രം തിരഞ്ഞു കളിക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പെൻഡൻസും ഇയറിങ്സും ഒക്കെ നമ്മൾ ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിലും അത്യാവശ്യം ഇതേപോലെ തന്നെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ ഉള്ളതിനേക്കാളും ഒരുപാട് കളക്ഷൻസും ഉണ്ട്. ഇത്രയും നേരം ജ്വല്ലറി സെക്ഷനിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് തന്നെ കുറ്റം പറഞ്ഞ ആൾ കണ്ടില്ലേ. ഇപ്പോൾ ഷൂവിൻ്റെ ബോയ്സിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് കളിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യും. ഫുഡ് വെയറിൻ്റെ സെക്ഷനിൽ നിന്ന് ഇറങ്ങി അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ ഇങ്ങനൊരു ജാക്കറ്റ് കണ്ട് റേറ്റ് നോക്കിയതായിരുന്നു. അത് അതേപോലെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ iPhone 16 Pro Max കണ്ടപ്പോൾ ജസ്റ്റ് ഫോണൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ക്യാമറ ഒക്കെ നോക്കി ഫോട്ടോ എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ എങ്ങനെയുണ്ട് നോക്കിയത്. വെറുതെ ഗാലറി തുറന്നു നോക്കിയപ്പോൾ എത്ര മുഖങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലേ. ഞാൻ ആകെ ഒരു ജ്വല്ലറി സെക്ഷനിലാണ് കയറിയിട്ടുള്ളൂ. അതിനിവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഇപ്പൊ നോക്കൂ, ഫുഡ് വെയർ, ഹോട്ട് വീൽസ്, എന്തെല്ലാം നോക്കുന്നത്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കോർട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരൊറ്റ ചെയർ പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല, എല്ലാം ഫുള്ളാണ്. ഇനിയിപ്പോൾ റെയറായിട്ട് 1-2 ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് എത്തുമ്പോഴത്തേക്കും ഫുള്ളായിട്ടുണ്ടാവും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കരുതുന്നത് അത്രയ്ക്കും ആളുകളായിരുന്നു. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ആളുകൾ, കാരണം എല്ലാ സ്ഥലത്തും ആളുകളായിരുന്നു. പിന്നെ ഇത് ഫുഡ് കോർട്ടിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ. ഇവിടുന്ന് നല്ല ഭംഗിയുണ്ട് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കേട്ടില്ലേ, അത് എവിടുന്നാന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്തായാലും തൽക്കാലം ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങട്ടെ, അല്ലെ ഇന്ന് ഇവിടെ നിന്നാ ഫുഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് നേരത്തെ കേട്ട ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തേടിപ്പോവാം.
ഇതാ ഇവരായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പിറകിലുള്ള ആ ലേഡി. ഇവരൊരു ഫോറിനർ ആണ്. ഇത് എന്ത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യണേ. ഞാൻ കുറച്ചുകൂടി ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്യാം. പൊതുവേ ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും വായിക്കുന്നത് ഞാൻ അധികം കേൾക്കാറില്ല. എനിക്കെന്തോ അങ്ങനത്തെ ഒരു വൈബില്ല, അത്ര ഇഷ്ടമല്ല അത്. പക്ഷേ ഇത് ഞാൻ കുറേ നേരം കേട്ടിരുന്നു. ബിക്കോസ് എന്തോ ഐ ലവ്ഡ് ഇറ്റ്, അത്ര തന്നെ. നമ്മൾ വന്നത് പകലായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ലൈറ്റ്സൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. രാത്രി ആവാൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു പരിപാടിയുമില്ല. ഇന്ന് നമ്മൾ നൈറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നത്. അത് ക്രിസ്മസ് വൈബ്. കുറേ നേരം ഇതിലൂടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നമ്മൾ ഇവിടുന്ന് സ്കിപ്പ് അടിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലേസ്. ഓടിക്കോ. ഇതൊക്കെ ഓടി നടന്ന് വീഡിയോ എടുത്ത ഞാനാണ്. എവിടെയാണോ ഓടുന്നേ? ക്യൂവിലാണ്. വെയിറ്റ് ചെയ്യട്ടാ. ചെറിയ പിള്ളേരൊക്കെ എടുക്കുന്നോ? വെയിറ്റ് ചെയ്യും. അതിന്റെ പിള്ളേർ ചെറിയ പിള്ളേരുടാ. പോയി നിന്നിട്ടതാ മുതുക്കിന്ന് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നവരെത്തി ഞാൻ കേട്ടത്. ഇതിന് ഞാൻ പകരം വീട്ടു. പണ്ട് ഹോട്ട് വീൽസ് ഇവൻ എടുക്കാൻ പോയപ്പോൾ മുതുക്കെന്ന് ഞാൻ പറഞ്ഞതിന് പകരം വീട്ടിയതാ. ആ വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലാവും. ഞാനൊന്ന് സ്റ്റേജ് മൊക്കെ ആയിരിക്കും. അത് ഇറക്കി വിടുന്ന വെച്ചിട്ട് സ്റ്റേജ് മൊക്കെ ആയിരിക്കും. വരുന്നോ? സ്റ്റേജ് മൊക്കെ ആയിരിക്കോ? അത് ആഗ്രഹമല്ലേ? തിരി. ഇനി ഒരാൾ വായി നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനത് കണ്ടുപിടിച്ചപ്പോൾ പാവത്തിനെ പോലെ നിന്ന് സ്മൈലൊക്കെ ഇടുന്നത് കണ്ടില്ലേ? അയ്യടാ എന്ത് പാവം നോക്കിക്കേ. 56. നീ മേക്കപ്പിന്റെ എന്തിട്ടില്ല എന്ന് പറഞ്ഞു? സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ശരിക്കും നല്ലോണം നോക്കിയത്. മതി കയറി വരണ്ട. മറ്റേതാ പൂക്കിപ്പെട്ടെന്നല്ല, വേറെ എന്തോ കണത്തിപ്പെട്ട. കണ്ണും മൂക്കും എന്തെല്ലോ കാണിക്കുന്നുണ്ട്, മുടി വരെ കാണിക്കുന്നല്ലേ. ഏകദേശം ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് സ്കിപ്പ് അടിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്ലേസിലേക്ക് പോവാം, അതായത് മാനാഞ്ചിറ സ്ക്വയറിലേക്ക്. അങ്ങനെ നമ്മൾ ലുലുന്ന് ഇറങ്ങി മാനാഞ്ചിറ എത്തിയിരിക്കുകയാണ്. സ്ക്വയറിൽ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് വൈബിന് സെറ്റായിട്ടിരിക്കുകയാണ്. ആളുകളാണെങ്കിൽ ഫുൾ ജനങ്ങളാണ്, ഒന്നും പറയണ്ട, അമ്മാതിരി തിരക്കാണ്. ഇനി ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും, ഇതങ്ങ് എൻട്രൻസ് ആയിട്ടേ ഉള്ളൂ. ക്രിസ്മസിനൊന്നും പൊതുവേ ഞാനിങ്ങനെ നൈറ്റൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്രിസ്മസ് വൈബിലൊക്കെ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആളുകളൊക്കെ വീഡിയോ എടുക്കുന്നു. നീ ഒരു
യൂട്യൂബറായിട്ട് ഇവിടെ മുകളിലോട്ട് നോക്കിക്കുന്നു. ചാർജില്ല ഫോണിൽ. ഇവിടെ ഉരുണ്ട ഗ്ലോബിന്റെ അകത്ത് കേട്ടാണ് അതിന്റെ കേറല്ലേ? വേണ്ട, കേറണോ? റിസൾട്ട് ലൈറ്റ് കാണാം അല്ലേ? കേറി നോക്കുന്നോ? നല്ല ക്യൂവാ. ഇവിടെ തിരിഞ്ഞാലും ആൾക്കാറാണല്ലോ. ക്രിസ്മസ് വൈബ്. കാണാണ്ടായി. ഇവിടെ തിരക്ക് കുറഞ്ഞ സ്ഥലം കിട്ടി. അതെന്താ ഇവിടെ മാത്രം ആളില്ലാത്തേ? എല്ലാവരും ലൈറ്റ്സ് കൊണ്ട് സെറ്റാക്കിയ 2025 ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇവിടുത്തെ തിരക്ക് കണ്ട 2025 ആയാലും 2025 വീഡിയോ എടുക്കാനാവുന്ന എനിക്ക് തോന്നുന്നില്ല. കാണുന്നുണ്ടടാ, മേലെ കാണുന്നുണ്ട്. 005 ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? 2025 വളരെ ക്ലിയർ ആയിട്ട് ഇവനെടുത്ത വീഡിയോ. അത് തൊട്ട് പിറകിലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ആർക്കും 2025 കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കറക്റ്റായിട്ട് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം പണ്ടേ ഭയങ്കര ബ്രില്യൻ്റ് ആയതുകൊണ്ട് എങ്ങനെ കറക്റ്റായിട്ട് എവിടെ നിന്ന് എടുക്കാം എന്നൊക്കെ ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം കറക്റ്റ് ആ സാധനം ഇവന് കിട്ടിയിട്ടുണ്ടാവും. അതാണ് ഇവൻ്റെ ആ ഒരു ബ്രില്യൻസ്. കാണോ? നിന്റെ തലയിൽ വെക്കട്ടെ? എന്റെ തലയിൽ വെക്കണ്ട. ഓടി അങ്ങോട്ട് പോട്ടെ. ഓടാനൊന്നും ഒരു നടക്കാൻ സ്ഥലമില്ല. അന്നേരം അവള് ഓടുന്നു. ഇവിടെ എനിക്ക് ഓടി അങ്ങോട്ട് പോകാം. ആ, എന്നാ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇപ്പൊ ഓടും ഞാൻ. ഓടിക്കോ. ഇതെന്താന്നറിയോ? ഓടിയത് കിട്ടീനോ? ഇത് പിരമിഡ്. പിരമിഡ്. പിരമിഡാ? ഇതാ LED പിരമിഡ്. ഇതാ ഇത് ജിറാഫിന്റെ കൂട്. നോക്ക്, ജിറാഫിന് അത് അകത്തതാ. കണ്ടാ കണ്ടാ? ആളില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല. പോന്നെയാ നല്ലേ. ആ പാട്ട് കിടന്ന് കേൾക്കുന്നത് അങ്ങോട്ട് പോയി നോക്കിയാലോ? അടയാവുമ്പോ തിരക്ക് തീരെ കുറവായിരിക്കും. നടക്ക്. കഴിഞ്ഞ് മനുഷ്യന്റെ കാലത്തെയും വലിയ സ്വപ്നം കഴിഞ്ഞ പരിപാടി. സന്തോഷവും ആനന്ദവും, അണയാത്ത ആനന്ദവും തീരാത്ത സന്തോഷത്തിന് വേണ്ടി മനുഷ്യനിങ്ങനെ വിരഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രലോകം അത് വീക്ഷിച്ചുകൊണ്ടായിട്ടായിരിക്കാം ആനന്ദത്തിന് ആവശ്യമുള്ളതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തും. അതിനകത്ത് അതുപോലെ മദ്യവും മറ്റ് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം അതിനകത്തുണ്ടാകും. 365 ദിവസവും പറക്കാൻ കഴിയുന്ന ഒരു ആനന്ദ ഹോട്ടലാണ് അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പച്ചയായ മനുഷ്യനോട് ചോദിച്ചാൽ പറയും, ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന വേദനകൾ, കുടുംബത്തിൽ അങ്കുരിക്കുന്ന ആവലാതികൾ, തലമുറകളെ കുറിച്ചുള്ള ആശങ്കകൾ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതം പച്ചയായി നമ്മോട് പറയുന്നു. ഒരു മകൻ തന്റെ അമ്മയെ കൊലപ്പെടുത്തി. മനുഷ്യന്റെ ഉള്ളിൽ പാപം കുടികൊള്ളുന്നു. ഈ പാപം ലോകത്തിൽ ഉദയം ചെയ്തു എന്ന് ചരിത്രം പറയുന്നു.
അല്ലാതെ സ്നേഹം കൊണ്ടൊന്നല്ല. ഇവിടെ അതിന്റെ സ്വിച്ച് ഒക്കെ ഉള്ളത്. ഇത് ഓഫാക്കി ലൈറ്റിൽ ഓഫ് ആകുമോ? ഓഫായിക്കളാ പോ ചെല്ലു. എന്നിട്ട് വേണം എന്നെ ആരെ പിടിച്ചാൽ ധൈര്യമില്ല ഇങ്ങനത്തെ പരിപാടി കേട്ടോ. നടന്നോ. തിരക്കില്ലാത്ത സ്ഥലം കണ്ടെത്താൻ പറ്റും തോന്നില്ലോ. അവിടെ തിരക്കില്ല. അപ്പം നമ്മുടെ ക്രിസ്മസ് നൈറ്റ് വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, ഹാവ് എ നൈസ് ഡേ.